അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. ഈസി ആയിട്ട് എങ്ങനെ ഒരു ബർത്ത്ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിവിടെ 7 വയസ്സുള്ള കുട്ടിയുടെ ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാവശ്യമായിട്ട് 2 മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തത്, 1.5 മീറ്റർ സാറ്റിൻ ക്ലോത്ത്, 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്. ആദ്യം കോട്ടൺ ലൈനിങ് വീതിയിൽ 2 തവണ ആയിട്ട് ഫോൾഡ് ചെയ്യാം. ക്ലോസ് ആയ ഭാഗത്ത് നിന്നും ഓപ്പൺ ആയ ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം ബോഡി പാർട്ടിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നത് കട്ട് ചെയ്യാം. ഇനി മാർക്ക് ചെയ്യാം. ഷോൾഡറാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ചാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളാണ്. ഷോൾഡറും ആം ഹോളും ഏകദേശം സെയിം ആയിരിക്കും. 5.5 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ അതേ 5.5 ഇഞ്ച് ഈ ആം ഹോളിൻ്റെ ആ പോയിന്റിലേക്ക് കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി ആം ഹോളും ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ജസ്റ്റ് കേവാക്കി കൊടുക്കണം. അതിനുശേഷം ചെസ്റ്റാണ്. ചെസ്റ്റ് 7.5 ഇഞ്ചാണ്. വേസ്റ്റ് 7. ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റും വേസ്റ്റും രണ്ടും ഒന്ന് ജോയിൻ ചെയ്യാം. അതിനുശേഷം നെക്കാണ്. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ച്. 4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2.5 ഇഞ്ചിൻ്റെ താഴെ 4 ഇഞ്ചിൻ്റെ ആ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇവിടെ കേവാക്കി കൊടുക്കാം. ഞാനിവിടെ യു കഴുത്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കേവാക്കി കൊടുക്കുന്നത്. ഇനി ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇനി അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. നേരത്തെ ഫ്രണ്ട് പാർട്ടാണ് മാർക്ക് ചെയ്തത്. ലെങ്ത്ത് 3 ഇഞ്ചാണ്. ജസ്റ്റ് ഒന്ന് കേവാക്കി കൊടുക്കാം. ഇവിടെ ലൈന് വരക്കുന്നുണ്ടെങ്കിൽ വരക്കാം. ഞാനിവിടെ ജസ്റ്റ് കേവാക്കിയാണ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് മാത്രമേ കട്ട് ചെയ്യണ്ടൂ. ഫ്രണ്ട് പാർട്ടിൻ്റെത് പിന്നീടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതിന് ശേഷം സാറ്റിൻ ക്ലോത്ത് 2 ആയിട്ട് വീതിയിൽ ഫോൾഡ് ചെയ്തതിന് ശേഷം കോട്ടൺ ലൈനിങ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേ അളവിൽ തന്നെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാക്ക് പാർട്ടും ഒരു ഫ്രണ്ട് പാർട്ടും. അതിലൊന്നിൽ കോട്ടൺ ലൈനിങ്ങും സാറ്റിൻ ക്ലോത്തുമാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇനി ബോഡി പീസിൻ്റെ ബാക്ക് പാർട്ടിൽ 2 ഇഞ്ച് നെക്കിൻ്റെ അവിടെ 2 ഇഞ്ച് ഒന്ന് താഴ്ത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഹൂക്കിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ സിബൊന്നും വെക്കുന്നില്ല. ഹൂക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം ആം ഹോളിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇത്രയും കട്ട് ചെയ്യണം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഈ ഒരു ലൈനിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം സ്കേർട്ടിൻ്റെത് നോക്കാം. 2 മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 2 ആയിട്ട് വീതിയിൽ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ലെങ്ത്തിലും കൂടി ഫോൾഡ് ചെയ്യാം. ഞാൻ ലാസ്റ്റത്തെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം സ്കേർട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 18 ഇഞ്ചാണ്. ഇത് 2 സൈഡിലായിട്ട് 18 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. സാറ്റിൻ ക്ലോത്ത് അതുപോലെ തന്നെ 2 തവണ വീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് 1 തവണ ലെങ്ത്തിൽ ഫോൾഡ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ്. 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
എപ്പോഴും ലൈനിങ് 1 ഇഞ്ചോളം കുറഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 17 ഇഞ്ചാണ് എടുത്തത്. ഇതുപോലെ തന്നെയാണ് ലൈനിങ്ങും ചെയ്യേണ്ടത്. കോട്ടൺ ലൈനിങ് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സാറ്റിൻ ക്ലോത്ത് പോലെ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിതിവിടെ കാണിക്കുന്നില്ല. അതിനുശേഷം ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാറ്റിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കാം. ഇനി നെക്കും അതുപോലെ തന്നെ ആം ഹോളൊക്കെ ജസ്റ്റ് അടിക്കുക. അതുപോലെ തന്നെ ബാക്ക് സൈഡിൻ്റെയും ഈ ആം ഹോളും ഹൂക്കും നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആം ഹോളും നെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ നെക്കും അതുപോലെ തന്നെ ആം ഹോളൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിന് ടച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് മുകളിലായി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം സാറ്റിൻ ക്ലോത്ത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ആം ഹോളും അതുപോലെ തന്നെ നെക്കും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ്. പൈപ്പിംഗ് ഒന്നും ചെയ്യാണ്ട് തന്നെ, ക്യാൻവാസും പൈപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ബാക്ക് പാർട്ടിൻ്റെ സാറ്റിനും ഫ്രണ്ട് പാർട്ടിൻ്റെ സാറ്റിനും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ സ്കേർട്ടിന് ആവശ്യമായിട്ടുള്ള പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നീഡിൽ വെച്ചിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കാം. കൈ കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെയാണ് കോട്ടൺ ലൈനിങ്ങും സാറ്റിൻ ക്ലോത്തും ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കോട്ടൺ ലൈനിങ്ങിനാണെങ്കിൽ കുറച്ച് ഇടവിട്ടിട്ടായാലും ഫ്രില്ലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സാറ്റിൻ ക്ലോത്തിനും കോട്ടൺ ലൈനിങ്ങിലും പ്ലെയിൻ നെറ്റിലും ഫ്രില്ലിട്ടതിന് ശേഷം എല്ലാത്തിൻ്റെ സൈഡും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ഒരു കോട്ടൺ ലൈനിങ് സാറ്റിൻ ക്ലോത്തിൻ്റെ അകത്താക്കാം. പിന്നെ അത് രണ്ടും എടുത്തിട്ട് പ്ലെയിൻ നെറ്റിൻ്റെ അകത്താക്കിയിട്ട് വെക്കാം. ഇനി 3ൻ്റെയും ആ സ്റ്റിച്ചുള്ള ഭാഗത്ത് എല്ലാം ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്കേർട്ടിൻ്റെ ഈ മോശം ഭാഗം എടുത്തിട്ട് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗം ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഉള്ളിൽ, അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് എല്ലാത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നൂലൊന്നും ഇളകിപ്പോയി. ഇനി വേസ്റ്റും അതുപോലെ തന്നെ ഈ സ്കേർട്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇത് തുണിയുടെ കരഭാഗം ആയതുകൊണ്ട് നൂലൊന്നും ഇളകിപ്പോവുകയും ചെയ്തില്ല. സ്കേർട്ടും ബോഡി പാർട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഹൂക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്യാം. ഞാനിത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് വെച്ചത്. അതുപോലെ തന്നെ ഈ ഹെയർ പെൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഫ്ലാസ് ആക്കുന്ന അതുപോലെ തന്നെ ഈ ഹെയർ പെൻറ്റ് ആക്കുന്ന അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.